ഹായ് ഓൾ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിനും ആവശ്യമുള്ളൂ. പക്ഷേ രണ്ട് പ്രോസസ്സ് ഉണ്ട്. ലൈക്ക് ഒന്ന് ചിക്കൻ ഫ്രൈയും ചെയ്തെടുക്കണം. സോ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. സോ ആദ്യം വേണ്ടത് ചിക്കൻ ആണ്. സോ ഞാൻ ഇവിടെ ഇപ്പൊ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ ആണ്. പിന്നെ വേണ്ടത് ഗ്രീൻ ചില്ലിയാണ്. അത് നല്ല രീതിക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഗ്രീൻ ചില്ലിയാണ്. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല, പക്ഷെ ഇതും കുനുകുനാന്ന് അരിഞ്ഞ ജിഞ്ചർ ഗാർലിക് എന്താ പറയാ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ വേണ്ടത് കുറച്ച് സോയ സോസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് വേണം, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് കുറച്ച് വേണം. പിന്നെ വേണ്ടത് യോഗേർട്ട് ആണ്. പിന്നെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ലൈം ജ്യൂസ് ആണ്. ലൈം ശരിക്കും പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് പിഴിയുന്നതാണ് നല്ലത്, പക്ഷെ ലൈം ഇവിടെ ഇല്ല. സോ ഇവിടെ നമുക്ക് ഇതുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇത് ഞാൻ യൂസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ സോൾട്ട് ആവശ്യത്തിന് വേണം, മുളക് പൊടിയും അതേപോലെ തന്നെ കൊറിയാണ്ടർ പൗഡറുമാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇത് എങ്ങനെ മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൾറൈറ്റ്, അപ്പം ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്ന ജിഞ്ചറും ഗാർലിക്കും ആണ്. സോ ജിഞ്ചർ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു എൻ്റെ വിരലിൻ്റെ സൈസാണ്. പിന്നെ ഒരു 12 to 15 ക്ലോവ്സ് ഓഫ് ഗാർലിക്കും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ അതങ്ങനെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ആഡ് ചെയ്യേണ്ടത് സോൾട്ട് ആണ് ആവശ്യത്തിന് കേട്ടോ. അത് നിങ്ങളുടെ പാകത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. പിന്നെ ആഡ് ചെയ്യേണ്ടത് കുറച്ച് ലൈം ജ്യൂസ് ആണ്. ലൈം ജ്യൂസ് ഒരു ടീസ്പൂൺ ലൈം ജ്യൂസ് മതിയാവും. സോ ലൈം ജ്യൂസ് ഒരു ടീസ്പൂൺ ഞാൻ കുറച്ചുകൂടി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് സോയ സോസ് ഒഴിക്കണം. സോയ സോസ് വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ. അത് കഴിഞ്ഞ് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒരു 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഇനി ആഡ് ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. ഇനി മല്ലിപ്പൊടി അല്ലെങ്കിൽ കൊറിയാണ്ടർ പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. സോ അത് ഒരു ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. കുറച്ച് മുളക് പൊടി, നോർമൽ മുളക് പൊടി ഞാൻ ചേർത്ത് ഒരു പൊടിക്ക് കേട്ടോ. സോ ഇനി മാരിനേറ്റ് ചെയ്യാം നമുക്കിത്. ഓൾറൈറ്റ്, അപ്പം നമ്മൾ ഇത് ആക്ച്വലി മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ആദ്യം കുറച്ച് നേരം വേവിക്കണം. ഒരു 10 to 15 മിനിറ്റ്സ് മതിയാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം ഇത് വേവിക്കണം. സോ ഞാൻ ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ ഈ മാരിനേറ്റഡ് ആയിട്ടുള്ള ചിക്കൻ എടുത്ത് വേവിക്കാൻ പോകുന്നത്. ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ഇത് ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്.
സോ ഞാനിപ്പം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ പീസസ് ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് ഇനി നോക്കാം. സോ ഫസ്റ്റ് ഞാൻ ഈ ഓയിലിലേക്ക് ഇടാൻ പോകുന്നത് ചില്ലീസാണ് കേട്ടോ. കുനുകുന്നാന്ന് അരിഞ്ഞ ചില്ലീസാണ് ഇടാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇടേണ്ടത് കറിവേപ്പിലയുമാണ്. ഇനി അടുത്തത് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. സോ ഗ്രേവി ഇല്ലാതെ മാക്സിമം എടുത്തിടുന്നതായിരിക്കും നല്ലത്. ഇത് ഭയങ്കരമായിട്ട് ഫ്രൈ ആവേണ്ട കാര്യമുണ്ട് കേട്ടോ. ഒരു ഷാലോ ഫ്രൈ ചെയ്താലും മതി. പീസസ് കട്ടാൻ കുറച്ച് പ്ലിങ്ങോ എന്നൊക്കെ പൊട്ടുള്ള പീസസാണ്. അത് ഇവിടെ കട്ട് ചെയ്തിട്ട് മേടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. ഓൾറൈറ്റ്, അപ്പം നമ്മൾ ഇന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഷാലോ ഫ്രൈ ചിക്കൻ കുറച്ച് കൂടുതൽ ഫ്രൈ ആയിപ്പോയി. ഇത് ഷാലോ ഫ്രൈ മതിയാവും കേട്ടോ. ഞാൻ ആ സമയത്ത് ഞാൻ ഗ്രേവി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച ഗ്രേവിയും ഒന്ന് ഇതാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ പീസസ് നമ്മൾ ആ ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്യാൻ പോവാം കേട്ടോ. സോ ഇത് ഓൾമോസ്റ്റ് എല്ലാം ആയി കഴിഞ്ഞു. സോ ഇത് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഓൾറൈറ്റ്, സോ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. ഇതൊരു സെമി ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കുറച്ച് ഗ്രേവി ആയിട്ട് രീതിയിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നിങ്ങൾക്കത് ചെയ്യാം. നമ്മുടെ ചിക്കൻ 65 റെഡി ആയി കഴിഞ്ഞു. ഇത് ആക്ച്വലി എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. ഞാൻ ചെറുപ്പത്തിൽ മമ്മിയുടെ അടുത്ത് പറഞ്ഞുണ്ടാക്കിപ്പിക്കാറുള്ള ഒരു ഐറ്റമാണിത്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഈസിയാണ്. ജസ്റ്റ് ഇത് കുറച്ച് സെമി ഡ്രൈ ആയിട്ട് ഞാൻ സെമി ഗ്രേവി ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ഗ്രേവി കൂട്ടണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്താൽ മതി. ആൻഡ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും. എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. എൻ്റെ ഇൻഹൗസ് ടെസ്റ്റേഴ്സിനെ ഞാൻ വിളിക്കാൻ പോവാണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. ആൻഡ് ആസ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർ വന്ന് നല്ല അഭിപ്രായം പറയുള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായമാണ് കേൾക്കേണ്ടത്. വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. സോ വേഗം വായോ. ഇൻഹൗസ് ടെസ്റ്റ് നമ്പർ 2 എൻ്റെ ഹസ്ബൻഡ്. നമുക്ക് ആളെ കൊണ്ട് ട്രൈ ചെയ്യിക്കാം എങ്ങനെയുണ്ടെന്ന്. വെരി ഗുഡ്. സോ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഇൻഹൗസ് ടെസ്റ്റേഴ്സ് ആക്ച്വലി ഇവിടെ ഞാൻ വെക്കുന്നതിന് കുറ്റം പറയാതെ അവർക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെന്ന് വിചാരിച്ചൊക്കെ പറയുന്നുണ്ടാവുക. പക്ഷേ എനിക്ക് നിങ്ങളുടെ കമൻസ് ആണ് ആവശ്യം. അപ്പോൾ നിങ്ങൾ ഇത് ഡെഫിനറ്റ് ആയിട്ട് വീട്ടിൽ ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. സോ ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായവർ എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റും ചെയ്യുക. താങ്ക് യു.